ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വീഡിയോയുമായിട്ടാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് ആലപ്പുഴ ജില്ലയിലെ മാരാരി ബീച്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാനൊരു ആലപ്പുഴക്കാരി ആയതിൽ ഒത്തിരി സന്തോഷവും അതിലുപരി ഇച്ചിരി അഹങ്കാരമൊക്കെ എനിക്ക് തോന്നുന്നൊരു നിമിഷം ആലപ്പുഴ ബീച്ചും അതുപോലെ തന്നെ മാരാരി ബീച്ചൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ കൊച്ചു ആലപ്പുഴയുടെ സൗന്ദര്യം തന്നെ കായലുകളും കടലുകളുമാണ്. ഞങ്ങളുടെ ഈ ആലപ്പുഴയുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയതിൻ്റെ കാരണം തന്നെ ഈ ബീച്ചുകളും അതോടൊപ്പം തന്നെ കായലുകളും ഒക്കെയാണ്. അതുപോലെ ഒത്തിരി തെങ്ങിൻ തോപ്പുകളും ഒക്കെ ഞങ്ങളുടെ ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ മക്കൾ അവിടെ കലാപരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. മണൽ കൊണ്ട് കൂനകൂട്ടിയും മണൽ വാരിയും ഒക്കെ അവർ കളിക്കാറുണ്ട്. എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ കളിക്കുന്നത് നോക്കിക്കേ. മാരാരി ബീച്ചിനൊരു പ്രത്യേകതയുണ്ട്. ഈ ബീച്ച് ചേർന്ന് കിടക്കുന്ന ഗ്രാമപ്രദേശത്തിൽ ഒത്തിരിയേറെ മത്സ്യത്തൊഴിലാളികളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒത്തിരി മത്സ്യ ബോട്ടുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഓരോ ബോട്ടുകളും നാളത്തേക്കുള്ള അന്നം തേടിക്കൊണ്ടുവരുന്ന പ്രതീക്ഷയിൽ അങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കടലും. കടൽ എല്ലാവർക്കും ഓരോരോ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. കടൽ മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവൻ തിരിച്ചും വരുമെന്നുള്ളൊരു പ്രതീക്ഷ. അതങ്ങനെയല്ലേ അല്ലേ. എൻ്റെ മോൻ എത്ര സന്തോഷത്തോടു കൂടിയും കൗതുകത്തോടു കൂടിയുമാണ് ആ കടലിനെ നോക്കിക്കാണുന്നത്. അവൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും കടൽ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. എത്ര മനോഹരമായിട്ടാണ് ഓരോ തിരയും കടൽ തീരങ്ങളിലേക്ക് കൊണ്ട് അണയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വെള്ളരിപ്രാവുകൾ പറന്നുയരുന്നത് പോലെ ഓരോ തിരയെയും തീരം ആകർഷിക്കുന്നത്. എത്ര നല്ല കാഴ്ചകളാണ്, കണ്ണിന് ഇമ്പം കൊള്ളിക്കുന്ന കാഴ്ചയെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെയാണ് ആ വരുന്ന ഓരോ തിരകളും നമ്മളുടെ കാലുകളിൽ വന്ന് ഒന്ന് അണയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാലുകളിൽ വന്ന് ആ വെള്ളം തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ആകസ്മികമായ അനുഭവം പറഞ്ഞറിയിക്കുന്നതിലും ഉപരിയാണ്. വീട്ടിൽ വേറെ പണിയില്ലാഞ്ഞിട്ടാണോ ബീച്ചിൽ വന്ന് വെള്ളത്തിൽ കളിക്കുന്നത്? അല്ല അല്ലേ. നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് കുറച്ചു നേരം നമ്മൾ ഓരോ കടൽ തീരങ്ങളിലും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ജീവിതവും. ഒത്തിരിയേറെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ഈ വന്നിരിക്കുന്ന കടൽ തീരത്തൊന്ന് വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കടൽ എത്ര മടുപ്പില്ലാതെയാണ് തൻ്റെ തിരകളെ എല്ലാ ദിവസവും ആനടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പോലും അവധിയെടുക്കാതെ സന്തോഷത്തോടു കൂടി തിരകളെ ആനടിക്കുകയാണ്. മനുഷ്യരായിരുന്നെങ്കിൽ എന്തെല്ലാം പരാതികൾ പറഞ്ഞത് അല്ലേ, മടുപ്പ് തോന്നിച്ചേനെ. പക്ഷേ കടലിന് ആ ഒരു മടുപ്പില്ല. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.